ഇന്നലത്തെ ചോദ്യത്തിന് കുറെ പേര് ഉത്തരം നൽകി. അറിയുന്ന രീതിയിൽ ഉത്തരം നൽകാം, അല്ലാതെ ഞങ്ങൾ പഠിച്ച് അവസാനം ഉത്തരം നൽകുന്നു എന്ന് പറഞ്ഞാല് മുന്നോട്ട് പോകത്തില്ല. കാരണം നിങ്ങൾക്ക് ഇന്ന് തന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, അന്ധക്കരണം എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കണം, എങ്കിൽ മാത്രമേ ഈ അന്ധക്കരണത്തിന്റെ സ്ഥിതി പോലും അറിയത്തില്ലെങ്കിൽ അതിനെയും പറഞ്ഞു തരണ്ടേ. അപ്പൊ നിങ്ങൾ അറിയാതെ എങ്ങനെയാ കേട്ടിരിക്കുന്നത്, അന്ധക്കരണം എന്തോ ഒരു സാധനമായിരിക്കും എന്നുള്ള രീതിയിൽ നിൽക്കാതെ അറിയാത്ത ആൾക്കാർ ചോദിച്ച് മനസ്സിലാക്കുക. അന്ധക്കരണം, കരണം എന്ന് പറഞ്ഞാല് പരമ്പരയിൽ വരുന്ന മനസ്സ് ബുദ്ധി അഹങ്കാരം, മനസ്സ് ബുദ്ധി അഹങ്കാരം, അതാണോ അന്ധകരണങ്ങൾ? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, വേണ്ട നാലും കൂട്ടിക്കും. ചിത്തം, ചിത്തം. അപ്പൊ അല്ലെങ്കിൽ പ്രാമാണിക ജ്ഞാനം, അതായത് പ്രാമാണിക വിഷയങ്ങളെ, പുറമേയുള്ള വിഷയങ്ങളെ ഗ്രഹിക്കാനുള്ള ഇന്ദ്രിയങ്ങളെ ബഹിരിന്ദ്രിയങ്ങളെന്നും ഇപ്പൊ ചക്ഷുരാദി ബഹിരിന്ദ്രിയങ്ങളായി മാറും. ഇവയെ എല്ലാം ഗ്രഹിക്കാനായിട്ട് സാമാന്യ ഇന്ദ്രിയമാണ് നേത്രം എന്നുള്ള ഗോളകത്തിന്റെ പിന്നിലുള്ള നേത്രം. അപ്പൊ അന്തരേന്ദ്രിയമാണ്. വിഷയമൊന്നുമില്ല. ഇന്ദ്രിയങ്ങളെല്ലാം അതീന്ദ്രിയങ്ങളായിരിക്കും. ഇന്ദ്രിയങ്ങൾ നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ദ്രിയങ്ങൾ ഇരിക്കുന്ന ഗോളകങ്ങളായിരിക്കുന്ന ചക്ഷു, മൂക്ക്, നാക്ക് ഇതൊക്കെ കാണാമെന്ന് മാത്രം. ഇന്ദ്രിയങ്ങൾക്ക് വ്യവഹരിക്കാൻ ഒരു സ്ഥൂല അധിഷ്ഠാന ആവശ്യമുണ്ട്. അതാണ് ഗോളകങ്ങൾ. ആ ഗോളകങ്ങളിൽ ഇരുന്നിട്ട് ഇന്ദ്രിയങ്ങൾ വ്യവഹരിക്കുന്നു. പിന്നെ ഇപ്പൊ ഒരു ചോദ്യം വന്ന താപത്രയം. താപത്രയം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക താപം, ആദിഭൗതിക താപം, ആദിദൈവിക താപം. ശരീര സംബന്ധിയായിട്ട് വരുന്ന രോഗങ്ങളെ കൊണ്ട് പ്രതിബന്ധം നേരിടാം. അപ്പോൾ ഈ ശരീര സംബന്ധിയായിരിക്കുന്ന രോഗങ്ങളെയാണ് നമ്മൾ ആധ്യാത്മിക താപങ്ങൾ എന്ന് പറയുന്നത്. ആദി ദൈവികം, ദേവതാ സംബന്ധി എന്ന് പറഞ്ഞാൽ ചില വിനായക ഗണങ്ങളെയൊക്കെ പറയും, ഉപദ്രവങ്ങളായിട്ട് മാറും. പിന്നെയുള്ളത് ആദിഭൂതം. ഭൂതത്തെയും രണ്ടാക്കാറുണ്ട്. ഈ മഴ, വെയില് ഇതൊക്കെ ഭൂതങ്ങളായിട്ട് കൽപ്പിച്ചിട്ട് അവ കൊണ്ടുവരുന്ന അനാവൃഷ്ടി, അതിവൃഷ്ടി ഇങ്ങനെയുള്ളതൊക്കെ ആദി ഭൗതികമായിരിക്കുന്ന താപം എന്ന് പറയും. ചിലയിടത്ത് ഭൂതങ്ങൾ എന്നുള്ളത് കൊണ്ട് സിംഹവ്യാഘ്രാദികളൊക്കെ ഇടും. മൃഗങ്ങളൊക്കെ, ജന്തുക്കളൊക്കെ, അവയിൽ നിന്നുണ്ടാവുന്ന ഉപദ്രവത്തെയും ആദി ഭൗതിക ഉപദ്രവം എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന 3 വിധ ഉപദ്രവങ്ങളുടെ ശമനത്തിന് വേണ്ടിയാണ് ശാന്തി പറയുന്നത്. ശാന്തി പറയുന്നു എന്നുള്ളത് കൊണ്ട് ഉപദ്രവം മാറണം എന്നൊന്നുമില്ല. എന്നാലും മാറാതിരിക്കുക വെച്ചാൽ അതുമില്ല. മംഗളം എന്തിനാ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, വിഘ്നധ്വംസത്തിനാണ് മംഗളം ചെയ്യുന്നത്. അപ്പൊ വിഘ്നം ഉണ്ടെങ്കിൽ വിഘ്നത്തിന്റെ ധ്വംസകനാണ് മംഗളം. പക്ഷെ കൂടുതൽ വിഘ്നം ഉണ്ടെങ്കിൽ അത്രയും മംഗളം ചെയ്തില്ല എങ്കിൽ കാര്യം സമാപ്തിയെ പ്രാപിക്കത്തില്ല. അപ്പോൾ സമാപ്തി കാമോ മംഗളം ആചരേ എന്ന് പൂർവ്വ ആചാര്യന്മാരുടെ അഭിപ്രായമുണ്ട്. മംഗളം ആചരേ, ഗ്രന്ഥത്തിനെ സമാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, തുടങ്ങിയിട്ട് അതിന് ഒടുക്കം വരെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഗ്രന്ഥകർത്താവ് മംഗളാചരണം നടത്തണം എന്ന് പറയും. അതേപോലെ തന്നെ മംഗളാദീനി മംഗളം അധ്യാനി മംഗള അന്താനി കാര്യാണി പ്രഥന്തേ വീരപുരുഷകാണിച്ച ഭവന്തി അധ്യതാരസ സിദ്ധാർത്ഥാഹ യഥാസിഹു എന്ന് മഹാഭാഷ്യത്തില് പതഞ്ജലി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിലും മധ്യത്തിലും ഒടുക്കത്തിലും മംഗളം ചെയ്യണമെന്നൊക്കെയാണ് പരമ്പരയിലെ സാമ്പ്രദായികമായിരിക്കുന്ന ഒരു ചട്ടക്കൂട്. അതില്ലാതെയും ഗ്രന്ഥങ്ങളിലുണ്ട്. നിങ്ങളുടെ ബ്രഹ്മസൂത്രത്തിന് പോലും മംഗളാചരണമില്ല. പക്ഷെ അവിടെ ജിഷ്ണുദസ്മ പ്രത്യേക ഗോചരയോഹോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് തന്നെ ശുദ്ധബ്രഹ്മ വിഷയമായതുകൊണ്ട് ആ കഥനം തന്നെ മംഗളമായി മാറും. ചില സ്ഥലത്ത് അധ എന്നുള്ള ശബ്ദമായിരിക്കും, ഓം എന്നുള്ള ശബ്ദമായിരിക്കും. ഇതൊക്കെ തന്നെ മംഗളവാചികളാണ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു വചനം കിട്ടിയാൽ മതി. അല്ലാതെ എല്ലാ സ്ഥലത്തും വലിയ നീണ്ട നമസ്കാരം ഒന്നും ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇതിൽ തന്നെ മംഗളം തന്നെ 3 വിധത്തിൽ വരും. നമസ്കാരാത്മകം, ആശീർവാദാത്മകം, വസ്തുനിർദ്ദേശാത്മകം എന്നും പറഞ്ഞിട്ട്. ചില സ്ഥലത്തൊക്കെ വസ്തുവിനെ നിർദ്ദേശിക്കത്തേ ഉള്ളൂ, ബ്രഹ്മവസ്തുവിനെ നിർദ്ദേശിച്ചും കൊണ്ടങ്ങ് പോകും. അതേപോലെ വേറെയും ശ്ലോകങ്ങളുണ്ട്. സർവേ വിഘ്നാശമം യാന്തി ഗണേശ സ്തവ പാഠക. ഗണേശ സ്തുതി ചെയ്തു കഴിഞ്ഞാൽ സകല വിഘ്നങ്ങളും ശമം പ്രാപിക്കുന്നു, നഷ്ടപ്പെടുന്നു എന്നൊക്കെ വിദ്വാൻമാരുടെ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഗ്രന്ഥാരംഭത്തിൽ നമ്മൾ മംഗളം ചെയ്യുന്നു എന്ന് മാത്രം.
അപ്പോൾ നിങ്ങളുടെ അന്ധക്കരണം തന്നെയായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്. അതിൽ കുറച്ചുപേർ ഉത്തരം നൽകി. അവിടെ തന്നെ എന്ത് മനസ്സിലാക്കണം? അന്ധക്കരണവുമായിട്ട് ചേതനന് സംബന്ധമുണ്ട്. ആ സംബന്ധത്തിന്റെ പേരെന്താ? അന്ധക്കരണവും ചേതനവും തമ്മിലെ സംബന്ധത്തിന്റെ പേരെന്താ? മായ മായ സമവായം. സമവായമല്ല. സമവായം ഒന്നും നൈയായികന്റെ പ്രക്രിയയാണ് ഇതിൽപ്പെട്ടതാണത്. സമവായം ഇത് വേദാന്തിയുടെ പ്രക്രിയയാണ്. അതായത് അദ്വൈത വേദാന്തത്തിന്റെ പ്രിലിമിനറി ക്ലാസ്സുകളാണ് ഇതൊക്കെ. നമ്മൾക്ക് ഇതിന്റെ ഒരു വശവും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. ഇത് അദ്വൈത വേദാന്ത ക്ലാസ്സിൽ ഇരിക്കേണ്ട ഒരു ചട്ടക്കൂടും നമ്മൾക്ക് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാ? അതാണ് ഭാഗവത മഹാത്മ്യം. ചേതനനും അന്ധക്കരണവും തമ്മിലെ സംബന്ധമാണ് താദാത്മ്യം. താദാത്മ്യം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം, അല്ലാതെ തുമ്പച്ച ഹോ വെക്കണം എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ചിട്ട് പോരുത്. താദാത്മ്യം എന്നുള്ളതിന്റെ അർത്ഥം എന്താ? അതായത് ഇതൊന്നും പിടികിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് അദ്വൈത വേദാന്തം ഒന്നും മനസ്സിലായില്ലാണ് അർത്ഥം. താദാത്മ്യം എന്ന് പറഞ്ഞാൽ ഐക്യം, വണ്ണസ്, ഏകത്വം, രണ്ടായിട്ട് തിരിച്ചറിയാത്ത രീതിയിൽ ഒന്നായിട്ടിരിക്കുമ്പോഴാണ് ഏകത്വം എന്ന് പറയുന്നത്. ഏകത്വം പ്രാപിക്കുന്നത് കൊണ്ട് അതിന്റെ ഭേദം തിരിച്ചറിയാൻ പറ്റും. കയറും സർപ്പവും തമ്മിൽ താദാത്മ്യത്തിൽ ഇരിക്കുകയാണ്. അതായത് കാണുന്ന കയറിനെ തന്നെയാണ് നമ്മൾ സർപ്പമെന്ന് പറയുന്നതും കരുതുന്നതും. സർപ്പം എന്ന് വിളിക്കുന്നതോ ആ കയറിനെയാണ്. സർപ്പജ്ഞാനവും ആ കയറിലാണ്. എന്ന് പറഞ്ഞാൽ കയറിനെയാണ് നമ്മൾ സർപ്പമായിട്ട് മനസ്സിലാക്കിയത്. അപ്പൊ കയറും സർപ്പവും തമ്മിൽ സംബന്ധം എന്തായിരിക്കും? ഏകത്വം. ആ ഏകത്വം നിലനിന്നാല് എന്തുണ്ടാവത്തില്ല? ഏകത്വത്തിന്റെ വിപരീതം എന്താ? ജ്ഞാനത്വം. ഭേദം നടത്തും. ഭേദത്തിന്റെ ഭേദഗ്രഹണം നടന്നാൽ എന്ന് പറഞ്ഞ എന്തർത്ഥം? ഇത് കയറാണെന്നും ഇത് സർപ്പമാണെന്നും ഉള്ള ഭേദജ്ഞാനം. ഗ്രഹണം എന്ന് പറഞ്ഞ ജ്ഞാനം എന്നാണ് അർത്ഥം. പരസ്പരം ഭിന്ന വസ്തുക്കളാണ്, ഇത് കയറല്ല സർപ്പമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ കയറും സർപ്പവും തമ്മിലുള്ള ഭേദജ്ഞാനം ഉണ്ടാകുന്നുണ്ട്. ഈ ഭേദജ്ഞാനത്തിന്റെ നേരെ വിപരീതമാണ് ഐക്യജ്ഞാനം. അപ്പോൾ കയറിനെ സർപ്പമായിട്ട് കരുതുന്ന സമയത്ത് കയറും സർപ്പവും തമ്മിലുള്ള ഐക്യത്തെയാണ് നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കയറിനെ തന്നെ സർപ്പം എന്ന് നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കയറിനും സർപ്പത്തിനും തമ്മിൽ താദാത്മ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരത്തില്ല. എന്തുകൊണ്ടാ? ഒരു സർപ്പത്തിനും മൂർഖനും തമ്മിൽ താദാത്മ്യം ഉണ്ടോ? ഒരു കോബ്രയ്ക്കും ഒരു സ്നേക്കിനും തമ്മിൽ താദാത്മ്യം ഉണ്ടോ? ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. ഓക്കെ. അതേപോലെ കയറിനും സർപ്പത്തിനും തമ്മിൽ താദാത്മ്യം ഉണ്ടാവുമോ? ഉണ്ടാവും. കയറാണോ സർപ്പം? കോബ്രയും സ്നേക്കും ഒന്നായത് കൊണ്ടാണ് താദാത്മ്യം വന്നത്. തന്നിൽ തന്റെ താദാത്മ്യമാണുള്ളത്. സ്തോവിന്റെ താദാത്മ്യം, കയറിൽ കയറിന്റെ താദാത്മ്യവും സർപ്പത്തിൽ സർപ്പത്തിന്റെ താദാത്മ്യവുമാണ്. എന്ന് പറഞ്ഞാൽ തന്നിൽ താനിരിക്കുന്ന സംബന്ധമാണ് താദാത്മ്യം. ഇവിടെ ഇപ്പോൾ കയറിനെ സർപ്പമായിട്ട് കരുതുന്ന സമയത്ത് കയറ് വേറെ എന്നും സർപ്പം വേറെ എന്നുള്ള തിരിച്ചറിവില്ല. കയറിന് തന്നെ നമ്മൾ സർപ്പം എന്ന് കരുതുക. ആ സമയത്ത് കയറും സർപ്പവും തമ്മിലെ സംബന്ധമാണ് താദാത്മ്യം. കാരണം കയറിന് മാത്രമാണ് നമ്മൾ സർപ്പം എന്ന് കരുതുന്നത്. അവിടെ കയറ് വേറെയും സർപ്പം വേറെയായിട്ട് കാണാൻ പറ്റത്തില്ല. എപ്പോഴാണോ ഇത് സർപ്പമല്ല കയറാണ് എന്ന് കൽപ്പിക്കപ്പെട്ട സർപ്പത്തിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന കയറിനെ തിരിച്ചറിയുന്നത്, അതോടുകൂടി നിങ്ങൾക്ക് താദാത്മ്യം നഷ്ടപ്പെട്ടു. അതുവരെ നിങ്ങൾ താദാത്മ്യ സംബന്ധം നേരിട്ടിരിക്കുന്ന സർപ്പത്തെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധിഷ്ഠാന ജ്ഞാനത്തോടുകൂടെ മാത്രമേ താദാത്മ്യം നഷ്ടപ്പെട്ട് കിട്ടത്തുള്ളൂ. ഈ താദാത്മ്യത്തിന്, അതായത് കയറും സർപ്പവും തമ്മിലുള്ള താദാത്മ്യം നേരിടാനുള്ള കാരണം എന്തായിരുന്നു? തിരിച്ചറിവില്ലായ്മ. കയറിന്റെ
അജ്ഞാനം കൊണ്ടാണ് നമ്മൾ കയറിനെ സർപ്പം എന്ന് മനസ്സിലാക്കിയത്. കയറിന്റെ അജ്ഞാനം കൊണ്ടാണ് നമ്മൾ ആ കയറിനെ സർപ്പം എന്ന് മനസ്സിലാക്കിയത്. അന്നപ്പോൾ സർപ്പം എന്ന് കയറിനെ മനസ്സിലാക്കുക എന്നുള്ള സ്ഥലത്ത് കയറിനും സർപ്പത്തിനും തമ്മിൽ താദാത്മ്യം നേരിട്ടിട്ടുണ്ട്. ഈ താദാത്മ്യം ഉടയുന്നത് സർപ്പത്തിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന കയറിനെ കയറാണെന്നുള്ള തിരിച്ചറിയുമ്പോൾ മാത്രം. അപ്പോൾ കയറിനെ കയറാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി കയറിൽ നമ്മൾ താദാത്മ്യത്താൽ കണ്ടിരുന്ന സർപ്പം നഷ്ടപ്പെട്ടു. അന്നപ്പോൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് കയറിലെ സർപ്പത്തിന്റെ താദാത്മ്യം എന്തായിരിക്കും? കൽപ്പിതമായിരിക്കും. എന്ന് പറഞ്ഞാൽ അജ്ഞാനം കൊണ്ട് അധ്യസിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സംബന്ധത്തെ നമ്മൾ പറയാ ആധ്യാസിക താദാത്മ്യം എന്നാണ്. പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പില് താദാത്മ്യം എങ്ങനെയാണ് വിവരിക്കുന്നത്? ഈ താദാത്മ്യം വാസ്തവത്തിൽ ഉണ്ടോ എന്നുള്ളത്. ഇല്ല എന്നുള്ളത് കൊണ്ട് അതെന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റുന്നത്? അധിഷ്ഠാനം ആയിരിക്കുന്ന കയറിന്റെ ജ്ഞാനത്തോടുകൂടി ഇനി ഒരിക്കലും അവിടെ സർപ്പം കാണപ്പെടത്തില്ല. അപ്പോൾ ഇതുവരെ കയറിനെ സർപ്പമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ വന്നിരിക്കുന്ന താദാത്മ്യം എന്നുള്ളത് കേവലം അറിവില്ലായ്മ കൊണ്ട്, കയറിന്റെ അറിവില്ലായ്മ കൊണ്ട് ആരോപിച്ചിരിക്കുന്ന താദാത്മ്യം മാത്രമാണ്. ആരോപിതമായിരിക്കുന്ന താദാത്മ്യമായതുകൊണ്ട് അതിന് നമ്മൾ ആധ്യാസിക താദാത്മ്യം എന്ന് പറയും. അധ്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസൂത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയും, അധ്യാസം നാമ അധസ്മിൻ തദ്ബുദ്ധിരിത്യവോചാമ എന്ന് ഭാഷകാരൻ. അധ്യാസം എന്ന് പറഞ്ഞാൽ അതസ്മിൻ ന തദ് ഇതി അതത്, തത്തല്ലാത്ത സ്ഥലത്ത്. തത് എന്നുള്ളത് കൊണ്ട് കയറിലെ സർപ്പസ്ഥലത്ത് സർപ്പത്തെ എടുത്തോ. ന തത്തിരി അതത്, സർപ്പമല്ലാത്ത വസ്തുവിൽ. സർപ്പമല്ലാത്തത് ഏതാ അവിടെ? കയറ്. ആ കയറിൽ സർപ്പത്തെ ആരോപിച്ചിരിക്കുകയാണ്. അപ്പോൾ അധസ്മിൻ തദ് ബുദ്ധി, സർപ്പമില്ലാത്ത സ്ഥലത്ത് സർപ്പത്തിന്റെ ബുദ്ധിയാണെന്ത്? അധ്യാസം. ഇത് കേട്ടിട്ട്, ഈ ഒരു പങ്ക്തി കേട്ടിട്ട് ചിലർ പറയും അധ്യാസം എന്നാൽ ബുദ്ധി മാത്രമാണ്, വിഷയമല്ല എന്ന്. ഇത് വലിയ വലിയ ചർച്ചകൾ കയറുന്ന സ്ഥലമാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ തുടങ്ങി വെക്കുന്നത് മാത്രം. വലിയ വലിയ വിദ്വാൻമാർ ഏറ്റുമുട്ടാക്കുന്ന സ്ഥലമാണ്. അതായത് നമ്മൾ അധ്യാസത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് 8 അധ്യാസത്തെ കുറിച്ച് പറയും. അതിൽ മുഖ്യമാണ് ജ്ഞാനാധ്യാസവും അർത്ഥാധ്യാസവും. അപ്പോൾ അധസ്മിൻ തദ്ബുദ്ധി എന്ന് പറഞ്ഞാല് ജ്ഞാനാധ്യാസത്തെയാണ് പറഞ്ഞത്. സർപ്പമില്ലാത്ത കയറിൽ സർപ്പം എന്നുള്ള ജ്ഞാനം, സർപ്പത്തിന്റെ ഭ്രമം ഉണ്ടല്ലോ, ഭ്രമജ്ഞാനം, സർപ്പത്തെ കാണുന്നില്ലേ, ആ ഭ്രമജ്ഞാനത്തെയാണ് നമ്മൾ അധസ്മിൻ തദ്ബുദ്ധി എന്ന് പറഞ്ഞത്. അപ്പോൾ ബ്രഹ്മജ്ഞാനത്തെ മാത്രമാണ് ആ വാക്യത്തിലൂടെ അധ്യാസമായിട്ട് പറയുന്നത്. പക്ഷേ ആ ഭ്രമാത്മകമായിരിക്കുന്ന അധ്യാസത്തിന്റെ വിഷയമായിരിക്കുന്ന സർപ്പവും അധ്യസ്ഥമാണ്. അപ്പോൾ ഇത് രണ്ടാക്കി മാറ്റും. ഒന്ന് അർത്ഥാധ്യാസം, രണ്ടാമത്തത് ജ്ഞാനാധ്യാസം. കയറിലെ സർപ്പജ്ഞാനം എന്നുള്ളത് ജ്ഞാനാധ്യാസവും ആ സർപ്പജ്ഞാനത്തിന്റെ വിഷയമായിരിക്കുന്ന സർപ്പം എന്നുള്ളത് അർത്ഥാധ്യാസവും. ഈ അർത്ഥാധ്യാസത്തിലും ജ്ഞാനാധ്യാസത്തിലും വെച്ചിട്ട് വാസ്തവ വസ്തു ഏതാ? അർത്ഥാധ്യാസ ജ്ഞാനാധ്യാസങ്ങളിൽ അവിടെ അർത്ഥാധ്യാസമാണോ ഉള്ളത്, ജ്ഞാനാധ്യാസമാണോ ഉള്ളത്? ജ്ഞാനം. അർത്ഥമില്ലേ? അർത്ഥമുണ്ട്. ചേർന്നല്ലേ സ്വാമി? രണ്ടും ചേർന്നല്ലേ? രണ്ടും ചേർന്നൊന്നും പറയരുത്. രണ്ടും രണ്ട് വസ്തുവാ. നിങ്ങൾക്ക് ഇതിൽ എക്സ്ട്രാ കയറ്റാനുള്ള അവകാശമൊന്നുമില്ല. കേട്ടത് മാത്രം സ്വീകരിച്ചിട്ട് ബിൽഡ് ചെയ്ത് പോവുക. എക്സ്ട്രാ കഴിഞ്ഞിട്ടേക്കരുത്. ഒന്ന് ജ്ഞാനാധ്യാസം, രണ്ടാമത്തത് ജ്ഞാനാധ്യാസത്തിന്റെ വിഷയമായിരിക്കുന്ന കയറിലെ സർപ്പാദികളായിരിക്കുന്ന അർത്ഥാധ്യാസം. ഇങ്ങനെ അർത്ഥാധ്യാസം ജ്ഞാനാധ്യാസം എന്ന് രണ്ടാമത്. രണ്ടും അധ്യാസമാണ്. വാസ്തവത്തിൽ അവിടെ കയറിലെ സർപ്പമില്ല. സർപ്പത്തിന്റെ ജ്ഞാനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ജ്ഞാനത്തിന്റെ വിഷയമായിരിക്കുന്ന സർപ്പം മിഥ്യ ആയതുകൊണ്ട് ജ്ഞാനവും മിഥ്യയായിരിക്കും. പക്ഷേ നമ്മൾ എന്ത് മാനിക്കുന്നുണ്ട്? ഒരു കയറ് അത് വ്യാവഹാരികം, കയറിലെ സർപ്പം പ്രാതിഭാസികം. കയറിലെ സർപ്പത്തിന്റെ ജ്ഞാനം അതിന് പിന്നെ പറയാം. കാരണം അത് വിശദീകരിച്ചാല് പല വഴിക്ക് കയറിപ്പോ. നമ്മൾ ജസ്റ്റ് അതിന്റെ തുടക്കം മാത്രമാണല്ലോ. അതിനെ രണ്ട് ജ്ഞാനമാക്കി മാറ്റും. ഓക്കെ, പ്രമാതാവിന് ജ്ഞാനം ഉണ്ടായിട്ടുണ്ട്, സാക്ഷിക്ക് ജ്ഞാനം ഉണ്ടായിട്ടുണ്ട്,
പ്രമാതാവിന്റെ ജ്ഞാനത്തിന് വിഷയം വാസ്തവമാണ്, സാക്ഷിജ്ഞാനത്തിന് വിഷയം അവാസ്തവമാണ് എന്നൊക്കെ നമ്മൾക്കിനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യം പറയാനുള്ളതാണ്. അതുകൊണ്ട് അധ്യാസത്തെ സംബന്ധിച്ച് ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നിങ്ങളുടെ 3-ാമത്തെ പേജിൽ കുറച്ച് ഭാഗം നമ്മൾ എടുത്തു വെച്ചു. ഇനി അതിനെ വിശദീകരിച്ചു പോവുകയാണേ. കിഞ്ച, താഴെ 2-ാമത്തെ പങ്ക്തി ടീക്ക. കിഞ്ച ഇതിന്റെ അർത്ഥം എന്താ? കിഞ്ച മാത്രമല്ല. കിഞ്ച യഹ കർമ്മശേഷ, ഏതാണോ കർമ്മത്തിന്റെ ശേഷം. ശേഷം എന്ന് പറയുന്നത് അർത്ഥം അംഗം, കർമ്മത്തിന്റെ അംഗം. കർമ്മത്തിന്റെ അംഗം, ഏതാണോ കർമ്മത്തിന്റെ അംഗം, അത് ഏതൊക്കെ ആവാം? ഒന്നുകിൽ ഉത്പാദ്യം, അല്ലെങ്കിൽ വികാര്യം, അല്ലെങ്കിൽ സംസ്കാര്യം, അല്ലേ? അല്ലെങ്കിലോ ആപ്യം. ഇത് ഓരോന്നിനും എടുത്തു പറയുകയാണേ. നിങ്ങളെ ആരെങ്കിലും ഒരാൾ ഒരു അനുമാനത്തിന്റെ സ്വരൂപം പറഞ്ഞ് അനുമാന വാക്യപ്രയോഗം നടത്തിയേ. ഇവരെ കേട്ട ക്ലാസ്സിനനുസരിച്ച് ഒരു അനുമാന വാക്യപ്രയോഗം നടത്തി. ഈശാവാസ്യം ഇത്യാദയഃ മന്ത്രഃ കർമ്മശേഷഃ മന്ത്രത്വാവിശേഷാത് ഇഷിത്വാദി മന്ത്രവത്. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? യെസ്. നമ്മള് ഇത്രയും കാര്യങ്ങളിലേക്ക് പോകുന്നവർ ഇത്രയും പോകണ്ട. ഈ നൈയായികന്റെ പ്രിലിമിനറി അനുമാനം എടുത്ത് സംസാരിച്ചാൽ മതി. അപ്പം പെട്ടെന്ന് തലയിൽ പോകും. നൈയായികൻ ഉപയോഗിക്കുന്ന പ്രിലിമിനറി അനുമാനം ഏതാ? പർവ്വതോ വന്യമാൻ ധൂമത്വാത്. പർവ്വതോ വന്യമാൻ ധൂമത്വാത്. പർവ്വതോ വന്യമാൻ ധൂമാത്. ഇവിടുത്തെ പക്ഷം ഏതാ, സാധ്യം ഏതാ, ഹേതു ഏതാന്ന് പറഞ്ഞു? പർവ്വതം പക്ഷം, പർവ്വതം പക്ഷം, വന്യ സാധ്യം ധൂമം ഹേതു. വന്യ സാധ്യമായി ധൂമം ഹേതുവായി. നിങ്ങൾക്ക് ഈ ന്യായത്തിന്റെയും കുറെ ബേസ് പറഞ്ഞു പോകത്തുള്ളൂ. അപ്പൊ അതെല്ലാം കഷ്ടപ്പെട്ട് പഠിച്ചോളൂ. അപ്പൊ എന്ത് ചെയ്യാനാ? ചിലർ പറയും ന്യായം വെച്ചിട്ടാണോ വേദാന്തം അന്വേഷിക്കുന്നത്? എന്ത് ചെയ്യാനാ? ടീക്കയിൽ വന്ന അനുമാനം തന്നെ കണ്ടില്ലേ? വിഷയത്വാദി എന്നും പറഞ്ഞിട്ട് ഈശാവാസ്യം ഇത്യാദി മന്ത്രഃ കർമ്മസവിനിയുക്താഹ എന്നുള്ളതും അനുമാന പ്രയോഗമാണ്. ഇല്ല, ഞങ്ങൾ ഈ അനുമാനമൊന്നും പഠിക്കത്തില്ല, വാചാവും വിപ്ലാപനം ഹിത്തത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അനേക വാക്യങ്ങൾ കേൾക്കാൻ പാടില്ല, ഞങ്ങളുടെ ഗുരു പ്രത്യേകിച്ച് പറഞ്ഞതാണ്, ഒരു മന്ത്രം ചുവട്ടിൽ ഒഴിച്ചെന്നിരുന്നു, അത് ചൊല്ലുക മാത്രമാണ് ഞങ്ങളുടെ ദൗത്യം. ഒരു കളി നടക്കത്തില്ല കേട്ടോ. നന്നായിട്ട് ന്യായം പഠിച്ചെങ്കിൽ മാത്രമേ വേദാന്തത്തിന്റെ നമ്മൾ ഈ പറയുന്ന സാക്ഷി എന്താണ്, അധ്യാസം എന്താണെന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടത് ഹയർ ലെവലിൽ കയറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ ബേസിക് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അപ്പോൾ അവിടത്തെ പർവ്വതവന്യമാൻ ധൂമാ എന്നുള്ള സ്ഥലത്തെ വ്യാപ്തി എങ്ങനെയായിരിക്കും ഗണിക്കാന്ന് പറഞ്ഞ് ഒറ്റ മിനിറ്റ്, ഇത്രയേ ഉള്ളൂ. പർവ്വത പക്ഷമായി, വന്യമാൻ എന്നുള്ള സ്ഥലത്ത് വന്യ സാധ്യമായി, ധൂമാത് എന്നുള്ള ധൂമം ഹേതുവായി. വ്യാപ്തി എടുക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ, നിങ്ങൾ കൂടുതൽ ആലോചിക്കണ്ട. വ്യാപ്തിയുടെ ലക്ഷണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപ്തി എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് തർക്കസംഗ്രഹത്തിൽ സിദ്ധാന്ത വ്യാപ്തിയും പൂർവപക്ഷ വ്യാപ്തിയും ഓരോന്നെണ്ണം വരും. പക്ഷേ ഇതിനായിട്ട് പ്രത്യേക ടെക്സ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, 2 മാസം വെച്ച് പഠിപ്പിക്കേണ്ട പല ടെക്സ്റ്റുകളും വ്യാപ്തിയെ കുറിച്ചിട്ടുണ്ട്. വ്യാപ്തി പഞ്ചകം, അതിൽ തന്നെ 2 മതം വരും. രഘുനാഥ ശിരോമണിയാദികളുടെ മതം വേറെ വരും, മാധുരി വേറെ വരുന്നു. അത് കഴിഞ്ഞാൽ സിംഹവ്യാകരണ ലക്ഷണം വേറെ ഉണ്ട്. അത് കഴിഞ്ഞാൽ സിദ്ധാന്ത ലക്ഷണം എന്നുള്ള വേറെ ടെക്സ്റ്റ് ഉണ്ട്. അത് 6 മാസം പഠിച്ചാൽ തീർത്തുള്ളൂ. ഇങ്ങനെയാണ്. ഇത്രയും സ്റ്റാൻഡ് എടുക്കുന്നതാണ് നൈയായികൻ. ഓക്കെ, നൈയായികന്റെ പ്രക്രിയയുടെ മുന്നിൽ വേദാന്തിയുടെ പ്രക്രിയ വളരെ ലൈറ്റാണ്. ഏറ്റവും കട്ടിയാണ് പ്രസംഗം നൈയായികന്റെ. അവിടെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ആസാനിയാണ് വിഷയം. പക്ഷേ അത് ഒരു ഏരിയ വരെ. ഇവിടുന്ന് സാക്ഷി പ്രസംഗവും അദ്വൈസിദ്ധ്യാദികളും കയറുമ്പോഴേക്ക് നൈയായികൻ നിർത്തിയെടുത്ത് വേദാന്തി സംസാരിക്കാൻ തുടങ്ങും. ഇതെന്തിനാ പറഞ്ഞത്? ഒരു അനുമാനം കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളിത് പഠിക്കൂല എന്ന് പറയുന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഇത്രയും മെനക്കെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കയ്യിൽ വരത്തുള്ളൂ അദ്വൈത വേദാന്തം. ഇത്രയും കേൾക്കാനിരിക്കുന്നല്ലോ, ധന്യവാദം. ഇനി കേട്ടോ, നമ്മൾ വ്യാപ്തി ഗണിക്കുന്ന സമയത്ത് ഇത്ര നോക്കിയാൽ മതി. എവിടെ എവിടെ ഹേതു ഇരിക്കുമോ അവിടെയെല്ലാം സാധ്യം ഇരിക്കുന്നു. ഇതിന് സംസ്കൃതത്തിൽ പറയാൻ എങ്ങനെയാ? എത്ര എത്ര ധൂമഃ തത്ര വന്നി. ഉദാഹരണമാണ്. എത്ര എത്ര ഹേതു തത്ര സാധ്യം. എവിടെ എവിടെ ഹേതു ഇരിക്കുമോ അവിടെയെല്ലാം സാധ്യം ഇരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇതിനെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ എവിടെയെല്ലാം ധൂമം ഇരിക്കുന്നുവോ അവിടെയെല്ലാം വന്നി ഇരിക്കുന്നു. എത്ര എത്ര ധൂമഃ തത്ര വന്നി. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടത്തേക്ക് നോക്കിക്കോ. ഇവിടെ നമ്മൾ എത്രയൊക്കെ പ്രസംഗം വെക്കുന്ന നോക്ക്.
കിഞ്ച യഹ കർമ്മശേഷ, ആരാണോ കർമ്മശേഷമായി വരുന്നത് അത് ഒന്നുകിൽ ഉത്പാദ്യമായിരിക്കും. സ ഉത്പാദ്യോ ദൃഷ്ടോ, ആ വസ്തു ഉത്പാദ്യമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഉദാഹരണം എന്താ? യഥാ, യഥാ എന്ന് പറയുന്ന അർത്ഥം എപ്രകാരം എന്നാണെങ്കിൽ പുരോടാശാദി, പുരോടാശം എന്നുള്ളത് എന്തിന്റെ വികാരമാണ്? വികാരമല്ലല്ലോ, കർമ്മ എന്താണ്? ഉത്പാദ്യം. ഏതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന? വ്രീഹി, നെല്ല് ഉമികളഞ്ഞ് അരിയാക്കി അതിനെ ഇടിച്ച് പൊടിച്ചുണ്ടാക്കുന്നതാണ് ഈ പുരോടാശം. പുരോടാശം എന്നുള്ളത് നിങ്ങളുടെ യാഗത്തിൽ സമർപ്പിക്കാനുള്ളതാണ്. നിങ്ങളുടെ ഇഷ്ടി യാഗത്തിൽ പെടുന്ന ഒരു ദ്രവ്യമാണ്, ഇഷ്ടിയാഗ സ്ഥലത്ത് ഉപയോഗിക്കേണ്ട ദ്രവ്യമാണ് പുരോടാശം. പുരോടാശം എന്നുള്ളത് ഉത്പാദ്യമാണ്. ഉത്പാദ്യമായതുകൊണ്ട് എന്തായി മാറും? കർമ്മത്തിന്റെ ശേഷമായി മാറും. ഇതാണ് പറയുന്നത്. ഏതാണ് ഏതാണ് കർമ്മശേഷം അത് ഒന്നുകിൽ ഉത്പാദ്യമായിരിക്കും, ഏതുപോലെ? പുരോടാശം പോലെ. അല്ലെങ്കിലോ വികാരിഹ സോമാദി. ടിപ്പണി 10 നോക്കിയേ. വികാരീതി ഖണ്ഡനാദി വികാരാർഹ. അതായത് ഈ യാഗത്തിന് ഉപയോഗിക്കേണ്ട സോമലത അതിനെ ഗ്രഹിക്കാനായിട്ട് എവിടെയാണോ സോമലത ഉള്ളത് ആ വീട്ടിലുകാർക്ക് ഒരു പശുവിനെ കൊടുത്തിട്ടാണ് സോമലത അവിടുന്ന് ഖണ്ഡനം നടത്തി മുറിച്ചു കൊണ്ടുവരുന്നത്. അത് മുറിക്കാനായിട്ട് തന്നെ വേറെ കല്ലൊക്കെ ഉണ്ട്, അല്ലാതെ കത്തി വെച്ചിട്ട് മുറിച്ചൊന്നുമല്ല കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിനെ ഇടിച്ച് പിഴിഞ്ഞിട്ടാണ് സോമരസം ഉണ്ടാക്കുന്നത്. അപ്പൊ സോമരസം എന്താന്ന് മനസ്സിലായോ? അതാണ് സോമരസം. അല്ലാതെ മലയാളികൾ ഇതുവരെ വിചാരിച്ച സാധനം അല്ല സോമരസം. മലയാളിക്ക് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടല്ലോ, വായി തോന്നിയത് എടുത്തടിച്ചു കളി. ഇതാണ് സോമരസം. അപ്പൊ എന്ത് പറ്റി? അത് വികാരം കൊണ്ടുണ്ടായത് കൊണ്ട് വികാര്യമാണ്. എന്ന് പറഞ്ഞാല് സോമലത പിഴിഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് സോമലതയുടെ വികാരമായതുകൊണ്ട് സോമരസം എന്നുള്ളത് എന്തായി? വികാര്യമായി. ഈ വികാര്യമാണെങ്കിൽ എന്ത് പറ്റും? കർമ്മത്തിന് ശേഷമാവും. അപ്പൊ രണ്ടാമത്താണ്, ഒന്നുകിൽ അത് വികാര്യമായിരിക്കണം, അങ്ങനെയാണെങ്കിൽ അത് കർമ്മത്തിന് ശേഷമാവും. അല്ലെങ്കിലോ ആപ്യോ, ആപ്യം എന്ന് പറയുന്ന അർത്ഥം പ്രാപ്യം. ദൃഷ്ടാന്തം എന്താ? മന്ത്രാദി. എന്നിട്ട് ടിപ്പണി 11 നോക്കിയേ. ബുക്കുണ്ടല്ലോ എല്ലാവരുടെയും കയ്യിൽ. ആപ്യതി ഗുരുമുഖാത് അധ്യയനേന പ്രാപ്യ. മാണവകൻ, ബ്രഹ്മചാരി അല്ലെങ്കിൽ ഉപകുർവാണനാണെങ്കിലും ഗുരുവാശ്രമത്തിൽ പോയിട്ട് എന്ന് പറഞ്ഞാൽ ആരാണോ പഠിപ്പിക്കുന്നത് ഗുരുകുലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗുരുവിന്റെ ഉച്ചാരണത്തിൽ നിന്ന് അനുച്ചാരണം, അനു എന്ന് പറഞ്ഞ പശ്ചാത്, ഉച്ചാരണത്തിന് ശേഷം ഉച്ചാരണം ചെയ്ത് സിദ്ധിക്കുകയാണ്. ഏത്? മന്ത്രങ്ങൾ. അതുകൊണ്ട് മന്ത്രങ്ങൾ എന്താണ്? ആപ്യമാണ്. ആപ്യം എന്ന് പറഞ്ഞാൽ പ്രാപ്യം. ആപ്യമാണെങ്കിൽ എന്തായി മാറും? കർമ്മത്തിന്റെ ശേഷമായി മാറും. കർമ്മശേഷമായി മാറും. ഇപ്പം 3 കഴിഞ്ഞു. 4ാമത്തെ ടിക്ക് നോക്ക്. സംസ്കാരിയോ വ്രീഹ്യാദി. ഈ സംസ്കാരി ശബ്ദത്തിന്റെ ടിപ്പണി ഒന്ന് നോക്കിയേ. 12. പ്രോക്ഷണാദി സംസ്കാരാർഹ എന്ന് പറഞ്ഞു. പ്രോക്ഷണം എന്ന് പറഞ്ഞാൽ തളിക്കുക എന്നർത്ഥമുള്ളൂ. അതായത് കുറച്ച് വെള്ളം ഈ വ്രീഹിയിലേക്ക് തളിക്കുന്നുണ്ട്. ഈ കർമ്മം, പ്രോക്ഷണം എന്നുള്ള കർമ്മവും ആ യാഗത്തിന്റെ അംഗകർമ്മമാണ്. ഇങ്ങനെ ഒരു പ്രോക്ഷണം നടത്തി കഴിഞ്ഞാൽ ഇതിനെ, ഈ കർമ്മത്തെ സംസ്കാര കർമ്മം എന്നാ പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ആ വ്രീഹിക്കൊന്നും സംഭവിക്കുന്നില്ല. ഒരു അപൂർവം സിദ്ധിക്കുന്നുണ്ട് ഇവിടെ. ഈ ഒരു കർമ്മം കൂടി ചെയ്താൽ, അതായത് പല കർമ്മങ്ങളിൽ നിന്ന് ഓരോരോ അംഗത്തിൽ നിന്ന് അംഗാപൂർവം ഉത്പന്നമായിട്ട് അംഗാപൂർവവും മുഖ്യാപൂർവവും കൂടിച്ചേർന്നിട്ട് പരമാപൂർവം സിദ്ധിക്കപ്പെടും. അതായത് ദർശപൂർണമാസി യാഗാദികളായിരിക്കുന്ന മുഖ്യയാഗത്തിൽ നിന്ന് മുഖ്യാപൂർവവും അംഗയാഗത്തിൽ നിന്ന് അംഗയാഗമായിരിക്കുന്ന പ്രയാജാതി യാഗങ്ങളിൽ നിന്നൊക്കെ അംഗാപൂർവം ചേർന്നിട്ട് പരമാപൂർവം സിദ്ധമാവും. ഈ പരമാപൂർവമാണ് ഫലം കൊടുക്കുന്നത്. അപ്പം പരമാപൂർവം സിദ്ധിക്കാൻ അംഗാപൂർവം ആവശ്യമുണ്ട്. ഇവിടെയുള്ള പ്രോക്ഷണാദി കർമ്മം നടത്തി കഴിഞ്ഞാലും ഒരു അപൂർവം സിദ്ധിക്കപ്പെടുന്നുണ്ട്. അപൂർവം എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ഇപ്പോൾ പുണ്യം എന്നർത്ഥം. പുണ്യത്തെയും പാപത്തെയും നമ്മൾക്ക് അപൂർവം എന്ന് പറയാം. പൂർവ്വത്തിൽ ഇല്ലാത്തതിനാണ് അപൂർവം എന്ന് പറയുന്നത്. ചെയ്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു സംസ്കാര കർമ്മം നടക്കുന്നത് കൊണ്ട് സംസ്കാര കർമ്മത്തിന്റെ വിഷയമാണ് വ്രീഹി എന്നതിനാൽ സംസ്കാര്യമായി വ്രീഹി. സംസ്കാര്യമാണെങ്കിലും അത് കർമ്മത്തിന് ശേഷമായിരിക്കും. അതിപ്പോൾ 4 വന്നിരിക്കുകയാണ്. ഒന്നുകിൽ ഉത്പാദ്യമായിരിക്കണം, അല്ലെങ്കിൽ വികാര്യമായിരിക്കണം, അല്ലെങ്കിൽ ആപ്യമായിരിക്കണം, അല്ലെങ്കിൽ സംസ്കാര്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കർമ്മത്തിന് ശേഷമാവും.
ഇനി നിങ്ങൾ ഈ 13ാമത്തെ ടിപ്പണി ഒന്ന് കാണും. യത്ര കർമ്മശേഷത്വം തത്ര ഉത്പാദ്യാദി അന്യതമത്വമിതി വ്യാപ്തി നിരൂപകമിത്യർത്ഥഃ. യത്ര യത്ര ധൂമഃ തത്ര തത്ര വന്നി. ഇവിടെ വ്യാപകം ഏതാ? എവിടെ ധൂമമുണ്ടോ അവിടെ വന്നിയുണ്ട്. ഇവിടത്തെ വ്യാപക വസ്തു ഏതാ? വ്യാപ്യ വസ്തു ഏതാന്ന് പറഞ്ഞു? വ്യാപ്യം കർമ്മശേഷത്വം. ധൂമം വ്യാപകം വഗ്നി വ്യാപി. തലതിരിച്ചിട്ടോ? ധൂമം വ്യാപ്യവും വന്നി വ്യാപകവുമായി മാറും. വ്യാപ്യമായിരിക്കുന്ന വസ്തുവിനെ കണ്ടിട്ട് വ്യാപകനായിരിക്കുന്ന വസ്തുവിനെ നമ്മൾക്ക് അനുമാനം നടത്താം. തല തിരിച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. വ്യാപകത്വം എന്ന് പറഞ്ഞാൽ അധികദേശ വൃത്തിത്വം വ്യാപകത്വം. അധിക ദേശത്തുള്ളത് കൊണ്ട് കൂടുതൽ ദേശത്തേക്ക് വ്യാപിച്ചിരിക്കുക എന്നല്ല ഇതിനർത്ഥം. നമ്മൾക്ക് ധൂമത്തെയും വന്നിയും നോക്കും നിങ്ങൾ. ധൂമം ഇരിക്കുന്ന എല്ലായിടത്തും വന്നി ഇരിക്കുന്നുണ്ട്. പക്ഷെ വന്നി ഇരിക്കുന്ന എല്ലായിടത്തും ധൂമം ഇരിക്കുന്നില്ല, അല്ലേ? അതുകൊണ്ട് അധികദേശത്ത് ആരായിരിക്കുന്നേ? ധൂമം. നമ്മുടെ ആള് ഭയങ്കരാണല്ലോ. വന്നി ഇരിക്കുന്ന സ്ഥലത്ത് എല്ലായിടത്തും ധൂമം ഇരിക്കുന്നില്ല. ധൂമം ഇരിക്കുന്ന എല്ലായിടത്തും വന്നി ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വ്യാപകൻ ആരായിരിക്കും? വന്നി. വന്നി. അപ്പൊ വ്യാപി ആരായിരിക്കും? ധൂമം. ന്യൂനദേശ വൃത്തിത്വം വ്യാപ്യത്വം, അധികദേശ വൃത്തിത്വം വ്യാപകത്വം എന്ന് മനസ്സിലായിക്കോ. അധികദേശത്തിരിക്കുകയാണെങ്കിൽ അത് വ്യാപകവും, ന്യൂനദേശത്തിരിക്കുകയാണെങ്കിൽ വ്യാപ്യവുമായി മാറും. പക്ഷെ നിങ്ങൾ ഇനി ഇങ്ങനെ ചിന്തിക്കരുത്, വന്നി ഒരിടത്തല്ലേ ഇരിക്കത്തുള്ളൂ, ധൂമം ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്നല്ലോ. അതല്ല, ഓരോരോ അധികരണത്തെ എടുത്താ സംസാരിക്കുന്നത്. ധൂമം ഇരിക്കുന്ന എല്ലാ അധികരണത്തിലും വന്നി ഇരിക്കും, പക്ഷെ വന്നി ഇരിക്കുന്ന എല്ലാ അധികരണത്തിലും ധൂമം ഇരിക്കത്തില്ല. അതുകൊണ്ട് വന്യാണ് വ്യാപകൻ അധികദേശ വൃത്തിയായിട്ട്. വ്യാപ്യ വസ്തുവിനെ കണ്ടിട്ട് വ്യാപക വസ്തുവിനെ സിദ്ധിക്കാൻ പറ്റും. ധൂമത്തെ കണ്ടിട്ട് ധൂമത്തിന്റെ വ്യാപകനായിരിക്കുന്ന വന്യെ സിദ്ധിക്കാൻ പറ്റും. പക്ഷേ വ്യാപക വസ്തുവായിരിക്കുന്ന വന്യെ കണ്ടിട്ട് അതിന്റെ വ്യാപ്യമായിരിക്കുന്ന ധൂമത്തെ സിദ്ധിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ പറയാൻ പറ്റും? ഞങ്ങൾ അടുക്കളയിൽ വിറക് കത്തിക്കുന്ന സമയത്ത് ധൂമവും വന്നി ഉണ്ടല്ലോ, അപ്പൊ വന്നി ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ധൂമത്തെ കണ്ടിട്ടുണ്ടല്ലോ, അപ്പൊ വന്യെ കണ്ടിട്ട് ധൂമത്തെ സിദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ എന്ന ആരോപം പറയേണ്ട. കാരണം ഈ വ്യാപ്തി എന്നുള്ളത് സകല സ്ഥലത്തേക്കും അന്വയിച്ച് സംബന്ധിക്കേണ്ടതാണ്. അതായത് വ്യാപകത പൊളിക്കാൻ എവിടെയെങ്കിലും ഒരൊറ്റ ഇടം കൊടുത്താൽ മതി. വ്യാപകം എന്ന് പറഞ്ഞാൽ വ്യാപ്തി എന്നുള്ള സംബന്ധമൊക്കെ നശിപ്പിക്കാൻ ഏതെങ്കിലും ഒരു അധികരണം കിട്ടിയാൽ മതി. അതായത് നമ്മൾ ഒരു അയോഗോളകത്തെ ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ വന്നി ഉണ്ടാവും, പക്ഷേ ധൂമം അതിൽ നിന്ന് പുറപ്പെടത്തില്ല. ഒരു തുള്ളി വെള്ളം ഒറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ധൂമം വരും, ഇല്ലെങ്കിൽ അതിലും ധൂമം വരുന്നില്ല. അതുകൊണ്ട് വന്നി ഇരിക്കുന്ന എല്ലായിടത്തും ധൂമം ഉണ്ടെന്ന് സിദ്ധിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് വ്യാപകം ഉണ്ടെങ്കിൽ എന്ത് സിദ്ധിക്കത്തില്ല? വ്യാപ്യ സിദ്ധിക്കത്തില്ല. പക്ഷെ വ്യാപ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും എന്ത് സിദ്ധിക്കപ്പെടും? ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി തലതിരിച്ചിടാൻ പോവാണ്. എത്രയെത്ര വ്യാപ്യം തത്ര വ്യാപകം. എവിടെ വ്യാപ്യം ഇരിക്കുമോ അവിടെ വ്യാപകൻ ഇരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്റെ ചോദ്യത്തിനനുസരിച്ച് പോകുന്നു വേണ്ട. എത്രയെത്ര വ്യാപ്യം ധൂമം തത്ര വന്നി എന്ന് പറയാൻ പറ്റുമെന്നാ ചോദിച്ചത്. ഇല്ല. ഇല്ലേ? പറ്റില്ല. ഇത് ന്യായം എന്നുള്ള സാധനമേ ഒരു ഒന്നൊന്നര ടൈപ്പ് സാധനം. ഇത് മനസ്സിലാക്കാൻ ചെറിയ സാധനം വെച്ചിട്ടാണ്. നിങ്ങൾ തലയിൽ കയറുന്ന പ്രശ്നമില്ല. നിങ്ങൾ ടീക്കേ എവിടെ ധൂമം ഇരിക്കുന്നുവോ അവിടെ തീർച്ചയായും വന്നി ഇരിക്കും. എന്തുകൊണ്ടാ? വന്നിയുടെ കാര്യമാണ് ഈ ധൂമം. അപ്പം കാര്യമായിരിക്കുന്ന ധൂമം ഇരുന്നാൽ പിന്നെ അവിടെ വന്നി ഇല്ലാതെ എവിടെയെങ്കിലും ധൂമം ഉത്പന്നമാവുമെങ്കിൽ ധൂമ ഇരുന്നിട്ടും വന്നി ഇല്ലാതിരിക്കുന്നു എന്ന് പറയാൻ പറ്റിയേനെ. കൂടി കിട്ടുന്നുണ്ടോ കുട്ടികളെ? ടഫ് ആണെന്നുണ്ടല്ലോ, വളരെ ലൈറ്റ് അല്ലേ വിഷയം? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം വേറെ, വിഷയത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ. ന്യായികന്റെ പങ്ക്തി ഇങ്ങനെ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. ഞാൻ അതിന്റെ ക്ലാസ് ആയിട്ട് എടുക്കുന്നില്ല, ജസ്റ്റ് ഇവിടെ ഒരു പ്രസംഗം വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കയറിയെന്ന് മാത്രം. പിന്നെ അതല്ല, നിങ്ങൾ കുറച്ച് മനസ്സിലാക്കണം. എന്ത് ഇത്
വേദാന്ത അഭ്യാസം നൈയായികന്റെ രീതിയിലൂടെ പോയി കഴിഞ്ഞാൽ കുട്ടിക്കളിയല്ല. അഭ്യാസത്തിന് നല്ല എത്ര മണ്ട ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ഞങ്ങളെ പഠിപ്പിക്കുന്ന മണ്ഡലേശ്വർ പറയും ന്യായ സബ്കി ദസ്കി ബാത്ത് നഹീ ഹേ. മനസ്സിലാവുക? ന്യായം എന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞ പണിയല്ല. അങ്ങേര് ന്യായത്തിന്റെ കുലപതിയാണ്. അത് സത്യത്തിൽ മലയാളികൾക്കൊക്കെ ന്യായത്തിന്റെ പെട്ടെന്ന് പിടി കിട്ടേണ്ടതാ. ഇതൊരു പ്രത്യേക ട്രാക്ക് ഉണ്ട്. അതിൽ കയറിയിട്ട് ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ, പിന്നെ പെട്ടെന്ന് പിടി. അപ്പോൾ ഇവിടെ ചെയ്യുക, ധൂമം ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായും വന്യുണ്ട്. വന്യുള്ളത് കൊണ്ട് തീർച്ചയായും ധൂമം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ എവിടെ വ്യാപ്യനിരിക്കുമോ അവിടെ എന്തുണ്ട്? വ്യാപകൻ ഇരിക്കുന്നുണ്ട്. ഇനി വന്യ ഇല്ല എങ്കിൽ ധൂമത്തിനിരിക്കാൻ പറ്റുമോ? വേഗം പറ, ആലോചിച്ച് പറ. വന്യ ഇല്ല എങ്കിൽ ധൂമത്തിനിരിക്കാൻ പറ്റുമോ? പറ്റില്ല. പറ്റില്ല. എന്തുകൊണ്ടാ? കാരണം കാര്യമില്ല. കാരണം എന്നൊക്കെ പറയും, പക്ഷേ ഞങ്ങൾ ഇത്രയേ ഉള്ളൂ, വ്യാപകം ഇല്ല എങ്കിൽ വ്യാപ്യം ഇരിക്കത്തില്ല. കിട്ടിയോ? വ്യാപ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യാപകൻ ഉണ്ടാവും. വ്യാപകൻ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും വ്യാപ്യം ഇരിക്കത്തില്ല. ആണ്? ഇത്രയും പിടി കിട്ടിയല്ലോ. ഇനി നിങ്ങളുടെ ടിപ്പണി 14 എന്താ എഴുതിയെന്ന് നോക്കിയേ. എത്ര കർമ്മശേഷത്വം തത്ര ഉത്പാദ്യാദി അന്യതമത്വമിതി. എവിടെയെല്ലാം കർമ്മശേഷത്വം ഇരിക്കുമോ അവിടെ എന്തിരിക്കും? ഉത്പാദ്യാദി അന്യതമത്വം. ഈ അന്യതമത്വം എന്ന് പറഞ്ഞാല്, അന്യതരം എന്ന് പറഞ്ഞാല് രണ്ടിൽ ഏതെങ്കിലും ഒന്നിനെ എടുക്കണേ നമുക്ക് അന്യതരം എന്ന് പറഞ്ഞാൽ മതി. അന്യതരത്വം രണ്ടിലും ഇരിക്കും. 3 അതിൽ അധികമോ ഉണ്ടെങ്കിൽ അന്യതമമായി മാറും. അതിൽ ഏതിനെ വേണേ എടുക്കാം. ഓക്കെ? അപ്പോൾ അന്യതമത്വം എവിടെ ഇരിക്കും? ഓരോന്നിലും ഇരിക്കും. 5 വിരലാണെങ്കിൽ അന്യതമത്തിൽ എന്ന് പറഞ്ഞാൽ 5 വിരലിലും ഓരോന്നിലും അന്യതമത്വം ഇരിക്കും. ഇവിടെ എന്താ പറഞ്ഞത്? ഉത്പാദ്യാദി അന്യതമത്വം. ഉത്പാദ്യാദി എന്നുള്ള സ്ഥലത്ത് ആദ്യ ശബ്ദം കൊണ്ട് ഏതിനെ എടുക്കണം? ആരെങ്കിലും പറ. ഉത്പാദ്യം. പിന്നെന്താ വേണ്ടത് ആദ്യപദം കൊണ്ട്? വികാര്യം, സംസ്കാര്യം. നിങ്ങളുടെ ശബ്ദം വളരെ കുറവാണ്, ഒന്ന് കൂട്ടണം. ഉത്പാദ്യം കഴിഞ്ഞാൽ വികാര്യം. വികാര സംസ്കാരം ആദ്യം. ഇതിൽ 4 എന്തിരിക്കും? ഉത്പാദ്യാദി അന്യതമത്വം ഇരിക്കും. അതിൽ കർമ്മശേഷത്തിൽ ഇരിക്കുന്നുണ്ടോ? ഇരിക്കുന്നുണ്ട്. അപ്പൊ എവിടെ കർമ്മശേഷത്വം ഉണ്ടോ അവിടെ എന്തിരിക്കുന്നുണ്ട്? ഉത്പാദ്യാദി അന്യതമത്വം ഇരിക്കുന്നുണ്ട്. ഇവിടെ വ്യാപ്യമേതാ വ്യാപകമേതാന്ന് പറ. വ്യാപ്യം കർമ്മശേഷത്വം, വ്യാപകം ഉത്പാദ്യാദി അന്യതമത്വം. ഇനി നമ്മളൊരു നിയമം പറഞ്ഞിരുന്നു, വ്യാപകൻ ഇല്ലെങ്കിൽ ആരുണ്ടാവത്തില്ല? വ്യാപ്യം ഉണ്ടാവത്തില്ല. ഇവിടെ വ്യാപകനാരാ? ഉത്പാദ്യാദി അന്യതമത്വം. ആത്മാവിന്റെ യാഥാത്മ്യം എന്നുള്ള യഥാർത്ഥ സ്വരൂപത്തിൽ ഉത്പാദ്യാദി അന്യതമത്വം ഇരിക്കുന്നുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാല് വ്യാപകം ഇരിക്കുന്നില്ല. വ്യാപകമായിരിക്കുന്ന ഉത്പാദ്യാദി അന്യതമത്വം ഇരിക്കാത്തത് കൊണ്ട് എന്ത് സിദ്ധിക്കപ്പെടും? കർമ്മശേഷമല്ല. ഉത്പാദ്യാദി അന്യതമത്വം ഇല്ലെങ്കിൽ, അതായത് വ്യാപകൻ ഇല്ലെങ്കിൽ ആരിരിക്കത്തില്ല? വ്യാപ്യം ഇരിക്കുന്നില്ല. വ്യാപ്യം ഇരിക്കത്തില്ല. വ്യാപ്യം ആരാ ഇവിടെ? കർമ്മശേഷത്വം. കർമ്മശേഷത്വമാണ് വ്യാപ്യം. അപ്പോൾ വ്യാപകനായിരിക്കുന്ന ഉത്പാദ്യാദി അന്യതമത്വം ആത്മസ്വരൂപത്തിൽ ഇരിക്കാത്തത് കൊണ്ട് അവിടെ എന്തിരിക്കത്തില്ല? കർമ്മശേഷത്വം ഇരിക്കത്തില്ല. പിടികിട്ടിയോ? അപ്പോൾ ആത്മാ ആരാവത്തില്ല? കർമ്മത്തിന് ശേഷമാവത്തില്ല. ഇത്രയും നിനക്കായിട്ടത് ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാനാ. പക്ഷെ നിങ്ങൾ ഈ ഒരു ട്രാക്കിലൂടെ പോണം. ഇനി ടീക്ക നോക്കിയോ. സംസ്കാര്യ ബ്രീഹ്യാദി തത് ഉത്പാദ്യാദി രൂപത്വം വ്യാപകം വ്യാവർത്യമാനം ആത്മയാഥാത്മ്യസ്യ കർമ്മശേഷത്വമത് വ്യാവർത്തയതി. വ്യാവർത്തയതി എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി വിടും എന്നർത്ഥം. സംസ്കാരിയോ ബ്രീഹ്യാദി അവിടം വരെ നിൽക്ക്, ഒരു ഓമയിട്ടോ. ഇനി വേറൊരു പ്രസംഗം തുടങ്ങുകയാണ്. ഉത്പാദ്യാദി രൂപത്വം
ഉത്പാദ്യാദി അന്യതമത്വം എന്നുള്ളതാണ് ഉത്പാദ്യാദി രൂപത്വം എന്ന് പറയുന്നത്. ഇതല്ലേ നിങ്ങളുടെ വ്യാപകം ആണ്. ഈ വ്യാപകം വ്യാവർത്യമാനം ഒഴിവാക്കപ്പെടുന്ന വ്യാപക വസ്തു, അതായത് ആത്മയാഥാത്മ്യത്തിൽ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ഉത്പാദ്യാദി അന്യതമത്വം ഇല്ലാത്തത് കൊണ്ട് എന്നതിനർത്ഥമുള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റും? കർമ്മശേഷത്വമൊരു വ്യാവർത്തയതി. ആര്? വ്യാപകത്തിന്റെ അഭാവം വ്യാപ്യത്തിന്റെ അഭാവത്തെ സിദ്ധിക്കും. ആത്മാവിൽ ഉപാധ്യാദി അന്യതമത്വ രൂപ വ്യാപകനില്ലാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? വ്യാപ്യത്തെ നിവർത്തിച്ചു കളഞ്ഞു. വ്യാപ്യമാരായിരുന്നു? വ്യാപ്യത്തെ വ്യാപ്യത്വമല്ല, വ്യാപ്യത്തെ നിവർത്തിപ്പിച്ച് ഒഴിവാക്കി വിട്ടു. വ്യാപ്യമാരായിരുന്നു? കർമ്മശേഷത്വം. ഈ കർമ്മശേഷത്തെ ആരൊഴിവാക്കി? വ്യാപകന്റെ അഭാവം. വ്യാപകനാരായിരുന്നു? ഉത്പാദ്യാദി അന്യതമത്വം. ഈ ഉത്പാദ്യാദി അന്യതമത്വം ആത്മാവിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? ആ ആത്മാവിലെ കർമ്മശേഷത്വത്തെ ഒഴിവാക്കി കൊടുത്തു. ആയതിനാൽ ആത്മാ കർമ്മശേഷമാവത്തില്ല. അപ്പൊ പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് നോക്കിക്കോ. എവിടത്തെ എത്തി? 4-ാമത്തെ പേജ് എത്തി നിങ്ങൾ. തഥാ ആത്മയാഥാത്മ്യം കർത്തൃ ഭോക്തൃ ച ന ഭവതി. അപ്പോൾ ഇതിന് മുന്നേ എന്താ പറഞ്ഞത്? ആത്മാവിന്റെ യാഥാത്മ്യം എന്തല്ല? വികാര്യ സംസ്കാര്യാപ്യ അല്ല. ആത്മാവിന്റെ യാഥാത്മ്യം എന്നുള്ളത് വികാര്യമോ സംസ്കാര്യമോ ഉത്പാദ്യമോ അല്ല. തഥാ അപ്രകാരം, എപ്രകാരമാണോ ആത്മാവിന്റെ യാഥാത്മ്യം വികാര്യ സംസ്കാര രൂപമല്ലാത്തത്, അതേപോലെ എങ്ങനെയുമല്ല കർത്തൃസ്വരൂപമോ ഭോക്തൃസ്വരൂപമോ അല്ല. അപ്പൊ കർത്തൃത്വം ഭോക്തൃത്വം എവിടെയായിരിക്കുന്നേ? ജീവനിൽ. ജീവൻ ആത്മാവല്ലേ? അപ്പൊ ആത്മാവിലിരിക്കുന്നതാണോ ഉദ്ദേശിച്ചത്? ശുദ്ധനിൽ ഇരിക്കുന്നില്ല. ശുദ്ധാത്മാവിൽ ഇരിക്കുന്നില്ല, ജീവാത്മാവിൽ ഇരിക്കുന്നില്ല എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ലേ? ഇരിക്കുന്ന എവിടെയാന്ന് ചോദിച്ചിട്ടുള്ളൂ. ജീവാത്മാവിൽ. ജീവാത്മാവിലോ? അന്ധക്കരണത്തിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അന്ധക്കരണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അന്ധക്കരണ സംബന്ധിയായിരിക്കുന്ന ജീവനിലേക്ക്, അതായത് ചേതനിലേക്ക് സമാരോഹം ചെയ്യപ്പെടുന്നു എന്ന് മാത്രം. ആയതിനാൽ വാസ്തവത്തിൽ എന്തില്ല? കർത്തൃത്വം ഇല്ല. ഇതാണ് പറയുന്നത്. വാസ്തവത്തിൽ കർത്തൃത്വം ഇല്ല എന്നാണ് പറയുന്നത്. തഥാ അപ്രകാരം ആത്മയാഥാത്മ്യം, ആത്മാവിന്റെ സ്വരൂപം എന്നുള്ളത് കർത്തൃഭോക്തൃ ച ന ഭവതി. കർത്തൃഭോക്തൃ സ്വരൂപവും അല്ല ആത്മാ. യേന, യേന ഇതൊരു പ്രത്യേക ഭാഷാശൈലിയാണ്. ആയിരുന്നു എങ്കിൽ എന്നർത്ഥം. ആത്മാവിന്റെ യാഥാത്മ്യം കർത്തൃഭോക്തൃ സ്വരൂപം ആയിരുന്നു എങ്കിൽ എന്ത് പറ്റിയേനെ? മമ ഇദം സമീഹിത സാധനം തതോ മയാ കർത്തവ്യം ഇതി അഹങ്കാര അന്വയ പുരുഷരഃ കർത്തൃന്വയ സ്യാദിത്യാഹ. ആത്മാവിന്റെ സ്വരൂപം വാസ്തവത്തിൽ കർത്തൃഭോക്തൃ സ്വരൂപമായിരുന്നു എങ്കിൽ, ഞാൻ കർത്ത ഞാൻ ഭോക്ത എന്നൊക്കെ മാനിക്കുന്നത് വാസ്തവമായിരുന്നു എങ്കിൽ എന്ത് പറ്റും? മമ ഇതം സമീഹിത സാധനം. സമീഹിതം എന്ന് പറഞ്ഞാല് ഇഷ്ടം എന്നർത്ഥം. സമീഹിതമായിരിക്കുന്ന സ്വർഗത്തിന്റെ സാധനമാകുന്നു ഇതം യാഗാദി. ഈ യാഗാദികള് എന്റെ ഇഷ്ടപ്പെട്ട സ്വർഗാദികൾക്കുള്ള സാധനമാകുന്നു എന്ന് മാനിച്ചിട്ട് തതോ, അതുകൊണ്ട് എന്ത് വേണം? മയാ കർത്തവ്യം, എന്നാൽ ചെയ്യപ്പെടണം. കിം? ആ സ്വർഗാദികൾക്ക് കാരണമായിരിക്കുന്ന കർമ്മം എന്നാൽ ചെയ്യപ്പെടണം. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള കാരണമാണ് ഈ യാഗം. ആ യാഗത്തിന്റെ കർത്താവാണ് ഞാൻ. ശരി, മനസ്സിലാകുന്നുണ്ടോ? ഇതിങ്ങനെ മാനിക്കുന്നുണ്ട്. ഇത് മാനിക്കാൻ കാരണം അവന്റെ അജ്ഞാനമാണ്. ആ അജ്ഞാനം കൊണ്ട് അവൻ അങ്ങനെ മാനിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് വാസ്തവത്തിൽ ഈ ആത്മാ കർത്താവോ ഭോക്താവോ അല്ല. എത്ര ഉപദേശിച്ചാലും ഞാൻ കർത്താവാണ് ഭോക്താവാണ് എന്ന് ജീവന് ദൃഢനിശ്ചയം ഉണ്ടാവാൻ കാരണം ആ ജീവന് ശരീരത്തിലെ അഹംബുദ്ധിയുടെ ദൃഢത്വം കൊണ്ടാണ്. എത്രയും അഹംബുദ്ധി ശരീരാദികളിൽ കുറയുന്നുവോ അത്രയും കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധി കുറഞ്ഞു. എങ്കിൽ മാത്രമേ ഞാൻ ശുദ്ധ ബ്രഹ്മസ്വരൂപമാണ് എന്നുള്ള നിശ്ചയത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ മാണ്ഡൂക്യത്തിലും അദ്വൈത സിദ്ധിയൊക്കെ തുടങ്ങുന്ന സമയത്ത് പറയുന്നത് അദ്വൈത സിദ്ധേഹെ ജഗത് മിഥ്യാത്വ ദർശന പൂർവകത്വാതെന്ന്. ജഗത് മിഥ്യാത്വ ദർശനമില്ലെങ്കിൽ അദ്വൈത ജ്ഞാനം വരത്തില്ല. അതുകൊണ്ട് ജഗത്തിന് മിഥ്യ എന്ന് നിശ്ചയിക്കുന്നതും ഞാൻ കേവല ശുദ്ധബ്രഹ്മമാണെന്നുള്ള നിശ്ചയവും പരസ്പര പൂരകങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കണം ആദ്യകാലം.
മമ ഇതം സമീഹിത സാധനം തത്വമയ കർത്തവ്യം എന്ന് അഹങ്കാരന്വേ പുരസരഹ. അഹങ്കാരം ഉദ്ദേശിച്ചതേ ഞാൻ എന്നുള്ള ബോധത്തെയാണ് ഇവിടെ അഹങ്കാരം, അല്ലാതെ മലയാളികൾ അവൻ അഹങ്കാരി എന്ന് പറയുന്ന ആ രീതിയിലല്ല. അഹങ്കാരം എന്നുള്ളത് ഞാൻ എന്നുള്ള ബോധമാണ്. ഭാവമൊന്നുമില്ല, ഞാൻ എന്നുള്ള ബോധം. ഞാൻ എന്നെല്ലാവർക്കും ഒരു ബോധം ഇല്ലേ, അത് തന്നെയാണ് അഹങ്കാരം. അതായത് ചേതനും അന്ധക്കരണവും തമ്മിൽ സംബന്ധമാണ് അഹങ്കാരം. ആ സംബന്ധം നടന്നാൽ ഞാൻ എന്ന് നമ്മൾക്ക് അഹങ്കാരം എന്നുള്ളത് ഞാൻ എന്നുള്ള ബോധം. ബോധമില്ലാതെ കേവല താതാത്മ്യം ഇവിടെ സംഭവിക്കുന്നില്ല. അവിടെ ഞാൻ എന്ന് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, ഹിന്ദിയിലൊന്നും നമ്മൾക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞത് അവിടെ സ്ഫുരിക്കുന്നുണ്ട് ഒരു വൃത്തി. ഓക്കെ, അതൊക്കെ കുറെ കഴിഞ്ഞാൽ മനസ്സിലാക്കുള്ളൂ. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കും. ഇതിന്റെ ചെറിയ ചെറിയ അംശം പോലും മനസ്സിലാക്കാൻ 10 വർഷം പിടിക്കും എന്നുള്ളതാണ്. എത്ര കളിച്ചിട്ടും കാര്യമില്ല. അത്രയും ടൈം എടുത്ത് സ്ഥിരം കേട്ട് വന്നെങ്കിൽ മാത്രമേ ഈ സ്ഥലം പോലും പിടികിട്ടത്തുള്ളൂ. ഇവര് പറയുന്ന ചെറിയ സ്ഥലം പോലും പിടികിട്ടാൻ വലിയൊരു ടൈം. എന്നിട്ട് എന്താ പറയുന്നത്? അഹങ്കാരന്വയ പുരസരഹ കർത്തൃന്വയ സ്യാത്. അഹം എന്ന് പറയുമ്പോഴേക്ക് അഹങ്കാരന്വയമാണ് ഞാൻ, അതോടുകൂടി കർത്തൃന്വയമാണ് ഞാൻ, കർത്ത എന്നുള്ള ബോധം. ഓക്കെ, അന്നപ്പോൾ കർത്തൃഭോക്തൃ സ്വരൂപം വാസ്തവമായിരുന്നു എങ്കിൽ എനിക്കിത് കർമ്മം ചെയ്യണം എന്നുള്ള ഒരു ബുദ്ധി വന്നേനെ. എങ്ങനെ? ഞാൻ എന്നുള്ള അഭിമാനത്തോടുകൂടെ എനിക്കിത് ചെയ്യണം എന്നുള്ള ബുദ്ധിയിൽ അവൻ എത്തിച്ചേർന്നേനെ. ടിപ്പണി 2 നോക്ക്. കർത്തൃന്വയ എന്നുള്ളതിന് കർത്തൃത്വ കർമ്മസംബന്ധ ആത്മനഃ. തനിക്ക് കർമ്മസംബന്ധം നേരിട്ടേനെ, താൻ കർത്താവായി മാറിക്കൊണ്ട്. കർത്തൃത്വ സതി, ജീവന് കർത്തൃത്വം വന്നു ചേർന്നാൽ ആ യാഗാദി കർമ്മവുമായിട്ട് അവന് സംബന്ധം വന്നു ചേർന്നേനെ. അല്ല, വരുന്നുണ്ടല്ലോ, അത് ഞങ്ങൾക്കറിയാം, അറിയായിട്ടൊന്നല്ല. പക്ഷെ അവിടെയാണ് പറഞ്ഞു കൊടുക്കുന്നത് വാസ്തവത്തിൽ നിങ്ങൾക്കിടെ, അതായത് ജീവന്റെ സ്വരൂപം ശുദ്ധ ബ്രഹ്മസ്വരൂപമാകുന്നു. അപ്പൊ ഇവിടെ കർത്താവ് എന്ന് അഭിമാനിച്ചതോ കേവലം അജ്ഞാനം കൊണ്ട്. ഈ അജ്ഞാനത്തെ മുൻനിർത്തിയല്ല ശാസ്ത്രം പോകുന്നത്. അജ്ഞാനരഹിതനായിരിക്കുന്ന കേവല ബ്രഹ്മസ്വരൂപത്തെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇത്യാഹ, ഈ കാര്യത്തെയാണ് ഈ ഭാഷ്യം നോക്കി നിങ്ങൾ കഴിഞ്ഞ പേജിൽ അവസാനം മുതൽ ഒന്ന് നോക്കണം. 3-ാമത്തെ പേജിൽ നഹി ഏവം ലക്ഷണം ആത്മനോ യാഥാത്മ്യം ഉത്പാദ്യം വികാര്യം ആപ്യം സംസ്കാര്യം. ഏവം ലക്ഷണം ആത്മനോ യാഥാത്മ്യം, ഇപ്രകാരം ഇരിക്കുന്ന ആത്മാവിന്റെ യാഥാത്മ്യം എന്നുള്ളത് എപ്രകാരം ഇരിക്കുന്ന ശുദ്ധത്വ അഭാവ വിദ്യത്വാദി സ്വരൂപനായിരിക്കുന്ന ആത്മാവിന്റെ യാഥാത്മ്യം ഉത്പാദ്യമോ അല്ല, വികാര്യമോ അല്ല, ആപ്യമോ അല്ല, സംസ്കാര്യമോ അല്ല. അതുകൊണ്ട് തന്നെ എന്തില്ല? കർമ്മശേഷത്വം ഇല്ല. ആത്മാവിന്റെ സ്വരൂപം ഉത്പാദ്യമോ ആത്മയോ വികാര്യമോ സംസ്കാര്യമോ ആയിരുന്നുവെങ്കിൽ അത് കർമ്മത്തിന്റെ ശേഷമായേനെ. ഏതുപോലെ? വ്രീഹ്യാദികളെപ്പോലെ, മന്ത്രാദികളെപ്പോലെ. ഇവിടെ ഉത്പാദ്യാദി അന്യതമത്വം ആത്മാവിൽ ഇല്ലാത്തത് കൊണ്ട് ആത്മകർമ്മത്തിന്റെ ശേഷമാവത്തില്ല. ഒന്ന് കഴിഞ്ഞു, അവിടെ പോവേണ്ടോ. രണ്ടാമത്തതാണ് കർത്തൃഭോക്തൃ രൂപം വാ ന ഭവതീന്ന് കൂട്ടി ചേർത്തോളേ. ഈ ആത്മാവിന്റെ യാഥാത്മ്യം കർത്തൃസ്വരൂപമോ ഭോക്തൃസ്വരൂപമോ അല്ല. ഏന കർമ്മശേഷതാ സ്യാദ്, ആയിരുന്നു എങ്കിൽ കർമ്മത്തിന്റെ ശേഷമായേനെ. എന്തായിരുന്നെങ്കിൽ കർമ്മത്തിന്റെ ശേഷമായേനെ? 2 ഘട്ടമുണ്ട്. ആരെങ്കിലും പറഞ്ഞേ, എന്തായിരുന്നു എങ്കിൽ കർമ്മത്തിന് ശേഷമായേനെ? കർത്തൃത്വവും ഭോക്തൃത്വവും ഉണ്ടായിരുന്നു. ഒന്ന് കഴിഞ്ഞു. കർത്തൃത്വം ഭോക്തൃത്വം ഉണ്ടായിരുന്നെങ്കിൽ, അതായത് കർത്താവും ഭോക്താവും ആയിരുന്നുവെങ്കിൽ കർമ്മത്തിന് ശേഷമായേനെ. ഒന്ന്. അതിന് മുന്നത്തെ എന്താ? വികാര്യമോ ആപ്യമോ സംസ്കാര്യമോ ആയിരുന്നു എങ്കിൽ കർത്തൃത്വ ശേഷം കർമ്മശേഷമായേനെ. കർമ്മത്തിന് ശേഷമായേനെ ആത്മാവിൽ ഉത്പാദ്യാദി അന്യതമത്വം ഇരുന്നിരുന്നു എങ്കിൽ. അപ്പോ ഉത്പാദ്യാദി അന്യതമത്വം ഇരിക്കുന്നില്ല, കർത്തൃഭോക്തൃ സ്വരൂപവും അല്ല എന്നുള്ളത് കൊണ്ട് ആത്മാ കർമ്മത്തിന്റെ ശേഷമാകുന്നില്ല. ഇത് ഏതാത്മാവാണ് കർമ്മത്തിന്റെ ശേഷമാവാത്തെ? ശുദ്ധാത്മ, പരമാത്മ. അപ്പോൾ ശുദ്ധാത്മാ ജീവാത്മാ എന്ന് പറഞ്ഞ 2 ഉണ്ടോ? 2 ഇല്ല. ആത്മാ അന്ധകരണ വിശിഷ്ടനായിട്ട് 2 ആയിട്ട് വരും. 2 വാസ്തവത്തിലില്ലെങ്കിലും അവിദ്യാപ്രയുക്തമായിരിക്കുന്ന ഇനി അന്ധകരണാദികൾ വന്നു. ആ അവിദ്യ അന്ധകരണാദി സംബന്ധം കൊണ്ട് ആധ്യാസികമായിരിക്കുന്ന ജീവന്റെ അന്ധകരണാദികളിലെ താതാത്മ്യം കൊണ്ട് ജീവൻ തന്നെ കർത്താവും ഭോക്താവുമായിട്ട് മാനിക്കുന്നുണ്ട്. അവനോടാണ് പറയുന്നത്, നീ കർത്താവും ഭോക്താവും അല്ല മോനേന്ന്. ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മൊത്തം വേദാന്തം ഇവിടെ കയറി കഴിഞ്ഞ് ഇത് ലൈറ്റായിട്ട് എടുത്തിട്ട് ആരും പഠിക്കരുത്. ജീവനോടാ പറഞ്ഞു, നീ ജീവ, നീ കേവല ബ്രഹ്മസ്വരൂപമാണ്.
അതുകൊണ്ട് നീ കർമ്മത്തിന് ശേഷമല്ല. പിന്നെയും പറയുന്നത് അയ്യോ ഞാനിത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് വേദാന്തം അധികം തലക്ക് പിടിച്ചു കഴിഞ്ഞാലേ കർമ്മങ്ങളിൽ നിന്ന് സാമാന്യമായിട്ട് പിന്തിരിഞ്ഞു. പറ്റത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല. ठीक है, ഉപാസന ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ വേദാന്തം പഠിച്ചിട്ടില്ല എന്നർത്ഥം. സ്വാമിജി ഒരു ഡൗട്ട്, ആ അതന്നെയാണോ നമ്മുടെ ഡിറ്റാച്ച്മെന്റ്? എങ്ങനെ? അതന്നെയാണോ നമ്മുടെ വൈരാഗ്യബോധം? ഡിറ്റാച്ച്മെന്റ്, വൈരാഗ്യം എന്നുള്ളത് വൈരാഗ്യം എന്ന് പറയുന്നത് വിഷയത്തിലെ ദോഷദർശനം കൊണ്ടാണ് വൈരാഗ്യം വരുന്നത്. ആ വൈരാഗ്യം വിഷയത്തിലെ വൈരാഗ്യമാണ്, അല്ലാണ്ട് ആത്മാവിനോടുള്ള വൈരാഗ്യം അല്ലല്ലോ. അല്ലല്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള ഡിറ്റാച്ച്ഡ് ആവുക എന്നുള്ളത്. അതെന്ന് പറഞ്ഞാൽ ജഗത്തിനോടുള്ള ഡിറ്റാച്ച്മെന്റ്. അതേപോലെ ആത്മസ്വരൂപത്തെ അറിയാൻ വേണ്ടിയുള്ള നിരന്തര അനുസന്ധാനം. ഈ അനുസന്ധാന സ്ഥലം തുടങ്ങി നിങ്ങളുടെ ഈശാവാസ്യത്തിന്റെ ആരംഭത്തിൽ തന്നെ നിങ്ങൾ വലിയൊരു സ്റ്റേജിലേക്കാണ് കയറാൻ പോകുന്നത്. അതാണ് ഈ ഉപനിഷത്തുക്കളുടെ ഒരു പ്രശ്നം. ഇതിന് ലോവർ സ്റ്റേജ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഇനി ശരിക്കും മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രയോ വർഷം പലവട്ടം ഇത് കേട്ട് 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 തയ്യാറായ ഒരു 5 വർഷം കഴിഞ്ഞാലേ ഇതായിരുന്നു പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ മനസ്സിലാവില്ലെന്ന് വെച്ചാൽ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇതൊന്നല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, ശാസ്ത്രം കൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ദൂരം എത്രയോ പോണം ഇനിയും. അപ്പൊ സ്ഥിരമായിട്ട് വേദാന്തം കേട്ട് 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 വന്നാൽ ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും നിൽക്കട്ടെ. ഭാഷ്യത്തില് പേജ് നമ്പർ 3 അവിടെ തച്ച കർമ്മണ വിരുദ്ധേത എന്നാണോ വിരുദ്ധേത എന്നാണോ? വിരുദ്ധേതി, 3-ാമത്തെ പേജിലോ. തച്ചകർമ്മണ വിരുദ്ധ്യതേതി, വിരുദ്ധ്യതേതി അതും കൊള്ളാം. ഏതാണ്? തച്ചകർമ്മണ വിരുദ്ധ്യേത, തച്ചകർമ്മണ വിരുദ്ധ്യതേ, വിരുദ്ധ്യത വിരോധം ആവപ്പെടും. ഓക്കെ, രണ്ടായാലും കൊണ്ടുപോവാ. വിരോധം നേരിടുന്നു എന്നുള്ളതിനാൽ വിരുദ്ധ്യത ഇതി, വിരുദ്ധ്യത ഇതി. ഒന്ന് ലെട്ടിലാണ്, ഒന്ന് വിധിലിംഗിലാണെന്ന് അർത്ഥം. വിരുദ്ധ്യത അത് വിരോധം ആവപ്പെടും. അല്ലെങ്കിലോ വിരുദ്ധ്യതേ, ഇവിടെ ഇപ്പം വിരുദ്ധ്യത എന്ന് ആണ് പ്രിന്റിംഗ് ഉള്ളത്. വിരുദ്ധ്യത എന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എവിടെയെങ്കിലും വിരുദ്ധത എന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ട് കണക്കാക്കേണ്ട, രണ്ടായാലും അന്വയിക്കാം. തച്ച ആത്മയാഥാത്മ്യം, കർമ്മണ കർമ്മവുമായിട്ട്, വിരുദ്ധ്യത വിരോധമാകും എന്നുള്ളത് കൊണ്ട് അങ്ങനെ തന്നെ, അല്ലെങ്കിൽ വിരുദ്ധതയെ വിരോധമാകുന്നു എന്നുള്ളത് കൊണ്ട്, രണ്ടായാലും കൊള്ളാം. അത് കാലം കൊണ്ടേ, അതായത് പണ്ടൊക്കെ ഭൂർജപത്രത്തിലുള്ള എഴുത്താണ് ഇതൊക്കെ. പ്രിന്റഡ് മീഡിയ ഒന്നും ഇല്ലല്ലോ. ഭൂർജപത്രം കണ്ടിട്ടുണ്ടോ? ഹിമാലയത്തിലൊക്കെ കിട്ടുന്ന മരത്തിന്റെ വളരെ പേപ്പർ പോലെയുള്ള തൊലിയാണ് ഈ ഭൂർജപത്രം എന്ന് പറയുന്നത്. അതിലാണ് എഴുതി പിടിപ്പിച്ചിരുന്നത്. അതിൽ എഴുതി ചില സമയത്ത്, അന്നും മഷിയൊക്കെ ഉണ്ടല്ലോ, ചില സമയത്ത് എന്തെങ്കിലും അക്ഷരത്തെറ്റ് വന്നാൽ അതിന്റെ പൊക്കത്ത് മഷി ഒഴിക്കത്തുള്ളൂ. ആ മഷി മാറിക്കഴിഞ്ഞാൽ പിന്നെ പഴയുള്ളതിൽ ഡൗട്ടാവും എന്തായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ പാഠഭേദം കിട്ടാറുണ്ട്. കൂടുതൽ അർത്ഥവ്യത്യാസം വരുന്നില്ല ഇവിടെയൊന്നും. അതുകൊണ്ട് പ്രശ്നമല്ല. ഇത് കേട്ടിട്ട് ആരും ഹതാശരാവരുത് കേട്ടോ, ഞങ്ങൾക്ക് ഇതൊക്കെ പിടികിട്ടുമോ എന്നുള്ളത്. എനിക്കൊന്നും നിങ്ങൾക്ക് പിടികിട്ടുന്ന അത്ര പോലും മനസ്സിലാകത്തില്ലായിരുന്നു. ഓക്കെ, ഇതൊക്കെ കാലം എടുത്ത് വന്നോളൂ. ശരി. ശാന്തി എന്ന് കേരള രീതിയിൽ പറയുമ്പോ വിസർഗം അവസാനം വിസർഗമുണ്ട്, വിസർഗോച്ചാരണം വരും. നമ്മളിവിടെ ശാന്തി 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 എന്നേ ഉള്ളൂ മലയാളികൾ. ഇന്ന് വരുള്ളൂ, പകുതിയെ വരുന്നുള്ളൂ. ശാന്തി അർദ്ധവിസർഗമാവാൻ വേണ്ടിയിട്ടേ, അർദ്ധവിസർഗമാവാൻ ഹുക്കപ്പവിച്ച സൂത്രം ഒന്നും ഇവിടെ അന്വയിക്കാൻ പറ്റത്തില്ലല്ലോ. ഏത് സൂത്രം? അർദ്ധവിസർഗാവാൻ ഹുക്കപ്പവിച്ച എന്നുള്ള സൂത്രത്താൽ അർദ്ധവിസർഗം വരും. കകാരത്തിന് മുന്നേയും പകാരത്തിന് മുന്നേ ആയിരുന്നു വിസർഗം എങ്കിലും ഓക്കെ. ഇല്ലെങ്കിൽ ഇവിടെ അതിനുള്ള ന്യായം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിസർഗം വരും. പിന്നെ വിസർഗത്തിന് ശകാരം വന്നാല് 3 വിധ രൂപം ഉണ്ടാവും. ശകാരമുള്ള രൂപമുണ്ട്, വിസർഗമുള്ള രൂപമുണ്ട്. എല്ലാ കാര്യത്തിനും മുന്നേ അത് നമ്മൾ ഇവിടെ ഒരു ശൈലി അങ്ങനെ മാറ്റിയെന്നുള്ളൂ. വിസർഗോച്ചാരണം വരും. എല്ലാ ശ്ലോകത്തിന്റെ അവസാനവും ഈ ശാന്തി ചൊല്ലണോ? അല്ല, അവസാനം ഒരുമിച്ച് ചൊല്ലിയാൽ മതി. അവസാനം മതി, അവസാനം മതി. സംഭവം അതായത് എങ്ങനെയാ, എവിടെയാണോ മന്ത്രത്തില് ശാന്തി ഉള്ളത് അവിടെ ശാന്തി ചൊല്ലിക്കൂ. ഇവിടെ എല്ലാ മന്ത്രത്തിനും വന്നിരുന്നോ? ഇവിടെ എല്ലാത്തിനും ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാ മന്ത്രത്തിന്റെ കൂടെയും വരും, ചൊല്ലണം അല്ലേ? ഇത്രയേ ഉള്ളൂ. അത് ത്രിവിധ ഉപദ്രവ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവികമായിരിക്കുന്ന ഉപദ്രവങ്ങൾ സംഭവിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം
पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्तिः शान्तिः शान्तिः। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्ये कृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। ॐ शान्तिः शान्तिः शान्तिः।